ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട്. ദീപക്, ഇന്ന് മുഖ്യമന്ത്രി അവിടെ എത്തിയിരുന്നു. അവിടെ സർവകക്ഷി യോഗം ചേർന്നു, മന്ത്രിമാരുടെ അവലോകന യോഗം ചേർന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും എത്തി. മുഖ്യമന്ത്രി വന്നപ്പോഴാവട്ടെ, രാഹുലും പ്രിയങ്കയും വന്നപ്പോഴാവട്ടെ, ഏതെങ്കിലും തരത്തിൽ രക്ഷാദൗത്യത്തിന് തടസ്സമുണ്ടാകുകയോ വിഘ്നമുണ്ടാക്കുകയോ ചെയ്യാതെ VIP സന്ദർശനം പൂർത്തിയാക്കി മടങ്ങി. അങ്ങനെ ഇന്ന് VIP സന്ദർശനങ്ങളുടെയും ഏകോപനങ്ങളുടെയും ഒരു ദിവസം കൂടിയായിരുന്നു അവിടെ, അല്ലേ ദീപക്? ആഷ്മി, ആദ്യം തന്നെ ആഷ്മി പറഞ്ഞതുപോലെ പൊള്ളുന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഓരോ മണിക്കൂറുകളിലും നമ്മളെ തേടി എത്തുന്നത്. ഓരോ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ, നാട്ടുകാർ വിളിക്കുമ്പോൾ എല്ലാം എത്തുന്നത്, നേരത്തെ വിജയകുമാറൊക്കെ പറഞ്ഞതുപോലെ, ആഷ്മി പറഞ്ഞതുപോലെ പൊള്ളുന്ന വിവരങ്ങൾ മാത്രമാണ് ഈ വയനാട്ടിൽ നിന്നും എത്തുന്നത്. അത് ചൂരൽമലയിലായാൽ, അതുപോലെ തന്നെ മുണ്ടക്കൈ ആയിക്കഴിഞ്ഞാൽ, അത് അങ്ങോട്ട് പോത്തുകൽ കഴിഞ്ഞ്, സൂചിപ്പാറ കഴിഞ്ഞ്, നിലമ്പൂർ കഴിഞ്ഞ്, ഏറ്റവും ഒടുവിൽ ആഷ്മി പറഞ്ഞതുപോലെ കോഴിക്കോട് നഗരത്തു നിന്നും അധികം വിട്ടുമാറാത്ത പന്തീരങ്കാവിലേക്ക് വരെ എത്തുന്നു എന്ന് പറയുമ്പോൾ ഈ അപകടത്തിന്റെ, ഈ മഹാദുരന്തത്തിന്റെ വ്യാപ്തി എത്രമാത്രമാണ് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. പക്ഷേ ഈ വേളയിലും വലിയ പ്രത്യാശയുടെ ഒരു ദിനമാണ് ഇന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇന്ത്യൻ സേനയ്ക്ക്, ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ടതുണ്ട്. കാരണം അവർ രാപ്പകലില്ലാതെ നടത്തിയ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായാണ് ബേലിപ്പാലം യാഥാർത്ഥ്യമായത്. മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളന സമയത്ത് പറഞ്ഞു, ബേലിപ്പാലം യാഥാർത്ഥ്യമായതായി ആർമിയുടെ ചീഫ്, ഇവിടെ എത്തിയ ബ്രിഗേഡിയർ അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളത്. മറ്റൊരു കാര്യം, ഈ വേളയിൽ നമ്മൾ മറ്റൊരു ടീമിനെ, അറിയാതെ പോകുന്ന ഒരു ടീമിനെ കൂടി സല്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അത് കേരള പോലീസിന്റെ SOG ആണ്. ഈ ബേലിപ്പാലം യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് ഈ SOG എന്ന് പറഞ്ഞാൽ നക്സൽ ഓപ്പറേഷൻ നടത്തുന്ന, അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തുന്ന തീവ്രവാദ വിരുദ്ധ സ്ക്വാഡാണ്. അവരാണ് അവിടെ ഒരു താൽക്കാലിക പാലമുണ്ടാക്കിയത്. ആ പാലത്തിലൂടെ ആയിരുന്നു ആദ്യ രക്ഷാദൗത്യം. പക്ഷേ പിന്നീട് വെള്ളം കയറുന്നു, പുഴ കലിതുള്ളുന്നു, ഒടുവിൽ ആ പാലം തന്നെ ഇല്ലാത്ത രീതിയിലേക്കായി മാറുന്നു. ഈ 2 രക്ഷാകവചങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ മുണ്ടക്കയ്യെയും അതുപോലെ തന്നെ ഈ ചൂരൽ മലയെയും എല്ലാം ബന്ധിപ്പിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ചാലകമായത്, അല്ലെങ്കിൽ ചവിട്ടുപടിയായി മാറിയത് എന്നുള്ളതാണ്. ഇനി ഇന്നത്തെ ഈ യോഗത്തിലേക്ക് വരികയാണെങ്കിൽ, മുഖ്യമന്ത്രി കാലത്തെത്തി ആദ്യം തന്നെ അദ്ദേഹം മന്ത്രിമാരുടെ പ്രത്യേക യോഗം വിളിച്ചു. അതിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായി 4 പേരടങ്ങുന്ന ഉപസമിതി വയനാട്ടിൽ നിലയുറപ്പിക്കാൻ തീരുമാനിച്ചു. അതായത് മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ ഉണ്ടാകും. അതുപോലെ തന്നെ 2 ഉദ്യോഗസ്ഥർ വയനാട്ടിൽ തുടരും. അത് ഒന്ന് സാംബശിവറാവു, ഒരു സ്പെഷ്യൽ നോഡൽ ഓഫീസർ, അതുപോലെ തന്നെ ADGP LNO MR അജിത് കുമാർ, ഇവർ 2 പേർ വയനാട്ടിൽ തുടരും. ഇത് കൂടാതെ ഈ ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറഞ്ഞ് സാധാരണഗതിയിൽ വലിയ ഓപ്പറേഷൻ നടക്കുമ്പോൾ പോലീസ് വയ്ക്കും. ഇൻസിഡന്റ് കമാൻഡറായി നോർത്ത് സോൺ IG സേതുരാമൻ ഉണ്ടാകും. ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത്, രാത്രി തിരച്ചിൽ യാഥാർത്ഥ്യമാക്കാൻ പറ്റുമോ എന്നുള്ള ആലോചനയും അതിൻ്റെ പ്രായോഗികമായ പരീക്ഷണവുമാണ്. നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് രാത്രി 9 മണിയോടുകൂടി ADGP പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി. സർവകക്ഷി യോഗത്തിൽ എല്ലാ പാർട്ടികളും ഒരേ മനസ്സോടുകൂടി ഇതിനെ ചേർത്ത് പിടിക്കാൻ, ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള ആഹ്വാനമാണ് നൽകിയത്. ഏതായാലും ആഷ്മി പറഞ്ഞതുപോലെ ഉള്ളുപൊള്ളുന്ന വാർത്തകൾ എത്തുമ്പോഴും ഒരു പ്രത്യാശയുടെ പകലാണ് ഇന്ന് അസ്തമിക്കുന്നത്. എന്നാൽ ഈ അസ്തമനത്തിലും നാളെയുടെ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. ആഷ്മി. വിജയകുമാർ കൂടി തുടരുന്നു. വിജയകുമാർ, 297 എന്ന നിലയ്ക്ക് ആ സങ്കടക്കണക്ക്, മരണസംഖ്യ എന്ന് പോലും പറയാൻ തോന്നുന്നില്ല. ആ സങ്കട അക്കങ്ങൾ 297 നിൽക്കുകയാണ്. അത് കേവലം 3 അക്കങ്ങളല്ല, 297 ജീവിതങ്ങളാണ്, 297 അത്താണികളാണ്, 297 സ്വപ്നങ്ങളാണ്. അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്തും പിടിയും കിട്ടാത്ത വലിയ വേദനയിലേക്ക് എടുത്തെറിയപ്പെടും അതിൻ്റെ ആഴത്തിലേക്ക് ആലോചിച്ചാൽ. വിജയകുമാർ, ഇവിടെ നാളെയും മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്. ഇപ്പോഴും മുണ്ടക്കൈയുടെ പല മേഖലകളിൽ അനവധി ആളുകൾ മണ്ണിനടിയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രാണൻ്റെ പ്രതീക്ഷയുണ്ടോ എന്ന് വിചാരിച്ചാൽ സൈന്യവും മുഖ്യമന്ത്രിയും ഒക്കെ അങ്ങനെ ഉണ്ടാവാൻ ഇടയില്ല എന്ന് തന്നെ കൃത്യമായി തന്നെ സ്ഥിരീകരിച്ച് പറയുന്നു. അവിടെ ചാലിയാർ പുഴയോരത്ത് മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും ഇപ്പോഴും ഈ മണിക്കൂറുകളിലും കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. വിജയകുമാർ, ഈ 297 എന്ന സംഖ്യ ഉയരരുത് എന്നാഗ്രഹിച്ചാലും അത് ആ ആഗ്രഹം നടപ്പാക്കാൻ ഇടയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. വിജയകുമാർ. ഹാഷ്മി, ഇന്ന് ഞാൻ ഈ പകൽ ഏതാണ്ട് ഒരു ഉച്ച കഴിയുന്നത് വരെ സമയം വരെയും ഈ പുഴയുടെ അക്കരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ഒരു ഹോൺ കേൾക്കാം, ഒരു വാഹനത്തിൻ്റെ ഹോൺ. ആ വാഹനം ഒരു പിക്കപ്പ് വാഹനമാണ്. അത് വരും, അത് നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകും. ആ ഒരു പ്രത്യേക ഹോണാണ്. ആ വാഹനത്തിൻ്റെ ഹോൺ കേൾക്കുമ്പോൾ അത് നമ്മളുടെ ചെവിയിലെത്തുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ള കാളും. കാരണം
ആ വാഹനത്തിൽ മൃതദേഹം മാത്രമേ അവിടേക്ക് കൊണ്ടുവരാറുള്ളൂ, അല്ലാതെ ഒന്നും അതിലേക്ക് കൊണ്ടുവരാറില്ല. അപ്പോൾ ഓരോ അരമണിക്കൂർ ഇടവിട്ടോ അല്ലെങ്കിൽ 1 മണിക്കൂർ ഇടവിട്ടോ ഈ വാഹനം ഹോൺ മുഴക്കി വരികയാണ്. അപ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ ഒന്നേ നോക്കുമ്പോൾ 2 കാലുകൾ മാത്രം കാണാം. ആ വാഹനത്തിൻ്റെ പിന്നിലേക്ക് 2 കാലുകൾ മാത്രം കാണാം. ബാക്കിയൊക്കെ ഒരു കമ്പിളി പുതപ്പിൽ പൊതിഞ്ഞ് ഒരു ചെളി പുരണ്ട ഒരു മൃതദേഹത്തിൻ്റെ ഭാഗമായിരിക്കും. നമ്മൾ പിന്നെ അതിലേക്ക് നോക്കാൻ നമുക്ക് കഴിയില്ല. ഈ കാലുകൾ മാത്രം നമ്മൾ കാണും. സത്യത്തിൽ ഹാഷ്മി, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ഈ കാലുകളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നത് കൊണ്ടും അനുഭവിക്കുന്നത് കൊണ്ടുമാകും ഈ വാഹനത്തിൻ്റെ ഹോണും ആ വാഹനം നിർത്താതെ പോകുന്നതും അതിലേക്ക് നോക്കുമ്പോൾ പിറകിൽ 2 കാലുകൾ മാത്രം. അതാണ് നമ്മളുടെ ഈ ദിവസങ്ങളിലെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ട് ഏതാണ്ട് മരവിച്ച അവസ്ഥയിലാണ് നമ്മൾ മാത്രമല്ല, രക്ഷാപ്രവർത്തകർ, ഇവിടെയുള്ള നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ, എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതിൽ നമുക്ക് മാത്രം ഒരു പ്രത്യേകതയല്ല. ഇത് നമ്മൾ ആ കാഴ്ച ഇങ്ങനെ കണ്ട് ഏതാണ്ട് യാന്ത്രികമായി അതിനോട് പെരുമാറുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും തെറ്റുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ദൗത്യത്തിൻ്റെ കാര്യത്തിൽ ഇനിയുള്ള യഥാർത്ഥ പ്രശ്നം നമ്മൾ ആരെയാണ് തേടുന്നത് എന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്കില്ല. അത് നമ്മൾ ഇന്ന് രാവിലെയും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കണക്ക് നമ്മളുടെ ഇല്ല എന്നുള്ളത് നമ്മളുടെ ഒരു പ്രശ്നമാണ്, ഒരു പ്രതിസന്ധിയാണ്. ആ കണക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്നതിൻ്റെ ആലോചനയിലേക്ക് എല്ലാവരും കടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നും നാളെയും ഒക്കെ ഇങ്ങനെ ഈ മട്ടിൽ തെരച്ചിൽ നടക്കും. നാളെ കഴിയുമ്പോഴേക്കും അത് നമുക്കറിയാം, ഇനി പിന്നെ അവിടെ ജീവനോടെ ആളെ കണ്ടെത്താൻ കഴിയുക എന്നത് അസാധ്യമാണ്. അത് പ്രശ്നമാകുന്നുണ്ട്. മണ്ണിനടിയിൽ ആളുണ്ടാകും, അവരെ പുറത്തെടുക്കണം. അപ്പം ഒരു ശരീരമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പെട്ടിമുടി, ക്ഷമിക്കണം, ഈ മറ്റു ചില ദുരന്ത മേഖലകൾ, ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ സമയത്ത് പുത്തുമല, കവളപ്പാറയൊക്കെ നമുക്ക് നിരന്തരമായി തെരച്ചിൽ നടത്തിയിട്ട് നമുക്ക് അവരിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നമ്മളത് അവസാനിപ്പിച്ചത്. പക്ഷേ അപ്പോഴും നമുക്ക് ആരാണ് അവിടെ കുടുങ്ങിയത് എന്ന് നമുക്കറിയാമായിരുന്നു. അപ്പോൾ ആ വിവരം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇത്ര പേരാണ് അപകടത്തിൽ പെട്ടത് എന്ന് നമുക്കൊരു വിവരം ഉണ്ടായിരുന്നു. അതിൽ കിട്ടിയത് ആരൊക്കെ, കിട്ടാനുള്ളത് ആരൊക്കെ എന്നതിൻ്റെ കണക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മളുടെ പ്രശ്നം എത്ര ആളുകൾ അതിലുണ്ട്, അതാരൊക്കെ എന്നും നമുക്കൊരു കണക്കില്ല. കാരണം ഈ മുണ്ടക്കൈ മേഖല എന്നൊക്കെ പറയുന്നത് വിശാലമായ ഒരു ഭൂപ്രദേശമാണ്. അതിൻ്റെ എല്ലാ ഭാഗത്തും ആൾവാസമുണ്ട്, പള്ളിയുണ്ട്, അമ്പലമുണ്ട്, മോസ്കുണ്ട്. ഇതൊക്കെയുള്ള ജനങ്ങൾ വളരെ സജീവമായി അവരുടെ ജീവിതം നയിച്ചിരുന്ന ഒരു പ്രദേശമാണ്. അതാണ് ഇല്ലാതായിരിക്കുന്നത്. അത് ഇല്ലാതായി, അത് ഒലിച്ചുപോയി, അത് മുഴുവൻ വെള്ളത്തിനടിയിലോ മണ്ണിനടിയിലോ ആയി. അപ്പോൾ അവിടെ നമ്മൾ തിരയുകയാണ്. അപ്പോൾ ആരെ തിരയണം എന്നത്, എത്ര പേരെ തിരയണം എന്നതിൽ നമുക്കൊരു കണക്കുമില്ല ഹാഷ്മി. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് തോന്നുന്നു. അപ്പോൾ അത് കണക്കുണ്ടാക്കുകയും എളുപ്പമല്ല. അപ്പോൾ നമുക്ക് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ എന്തു പറഞ്ഞ് അവസാനിപ്പിക്കും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മൾ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ടും അത് തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ അവിടെ JCB കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നു, മണ്ണ് ഇളക്കി പരിശോധന നടത്തുന്നു. ഇതൊക്കെ നടക്കുന്നുണ്ട്. അത് നാളെയും തുടരും. ഈ മഴ ഇല്ലെങ്കിൽ അത് രാത്രി കുറച്ച് 10 മണി വരെയൊക്കെ തിരയാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് വെളിച്ച സംവിധാനമൊക്കെ ഉണ്ട്. അതൊക്കെ പറ്റും. ഈ മൂടൽമഞ്ഞ് പ്രശ്നമുണ്ടാക്കിയില്ലെങ്കിൽ രാത്രി കുറേ വൈകിയും തെരച്ചിൽ നടത്താം. അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ആരെയാണ് തിരയുന്നത് എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അതിനൊരു പക്ഷേ ഈ ദിവസങ്ങളിൽ ഈ ജില്ലാ അഡ്മിനിസ്ട്രേഷനും റവന്യൂ വകുപ്പും ഒക്കെ ചേർന്ന് ഏകദേശം ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് കരുതാം. അത് മാത്രമേ അതിനൊരു സൊല്യൂഷനായുള്ളൂ. പിന്നീടുള്ളത്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ചാലിയാർ തന്നെയാണ് അതിൻ്റെ ഒരു ഫോക്കസ് ആകാൻ പോകുന്നത്. കാരണം അത് കേവലം കുറേ ആളുകൾ അപകടത്തിൽപ്പെട്ടപ്പോൾ അങ്ങനെ ഒഴുകി വന്നു എന്നത് മാത്രമല്ല, അത്രയും ദൂരത്തേക്ക് ആളുകളെ തള്ളിക്കൊണ്ടു പോകാൻ കഴിയുന്ന തരത്തിൽ ജലത്തിൻ്റെ, മണ്ണിൻ്റെ, കല്ലിൻ്റെയൊക്കെ വലിയ സമ്മർദ്ദം അതാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ എത്ര വലിയ സമ്മർദ്ദം ആണ് ഈ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അതാണ് ഈ ഒരു മേഖലയെ തള്ളി ഇത്രയും ദൂരത്തേക്ക് 100 കിലോമീറ്റർ അകലേക്കൊക്കെ കൊണ്ടുപോയത് എന്നത് നമുക്ക് വ്യക്തമാകും. അപ്പോൾ നമ്മൾ ഈ വയനാടിൻ്റെ ഭൂപ്രകൃതിയെ പറ്റി പറയേണ്ട സമയമല്ല. പക്ഷേ എങ്കിലും നമ്മൾ ഓരോ മഴക്കാലത്തും വയനാട് അനുഭവിക്കുന്ന പ്രതിസന്ധി, അതിൻ്റെ ആഴം എത്ര പരപ്പെന്നത് ഈ ദൃശ്യങ്ങളിൽ മാത്രമല്ല, ഈ വിവരങ്ങളിലൂടെ, ഈ കണക്കുകളിൽ കൂടി അറിയുകയാണ്. അതിനൊരു സൊല്യൂഷൻ കൂടി ഉണ്ടാവണം എന്നത് ഓരോ മഴക്കാലവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മഴക്കാലം കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകുന്നതാണോ എന്നും അറിയില്ല. എന്തായാലും അത്തരം ചർച്ചകൾ കൂടി തുടങ്ങി വയ്ക്കേണ്ട സമയമാണ് എന്ന് പറയേണ്ടി വരുന്നു ഹാഷ്മി, ഈ വൈകുന്നേരം ഇവിടെ നിൽക്കുമ്പോൾ. കാര്യത്തിലില്ല, ആ ചർച്ചകൾ കൂടുതൽ സജീവമാക്കേണ്ട സമയം ഇതല്ല എന്നുള്ളതേ ഉള്ളൂ. നാളുകൾ കഴിഞ്ഞാൽ ആ ദുരന്ത ഭൂമിയുടെ ആന്തൽ ഒന്നടങ്ങിക്കഴിഞ്ഞാൽ ആ ചർച്ചകൾ ഉറപ്പായും തുടങ്ങി വെച്ചാൽ മതിയാവുകയുള്ളൂ. കേരളം നമ്മുടെ സാധാരണ കാലാവസ്ഥാ ചാക്രികത എന്ന വണ്ണം ഒരു പതിവ് എന്ന് വണ്ണം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, കൊടിയ മരണങ്ങൾ ഉണ്ടാകുന്നു, കൊടിയ ജീവിത സ്വപ്നങ്ങളുടെ തകർച്ച ഉണ്ടാകുന്നു, കിടപ്പാട നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. നമ്മളിപ്പോൾ എത്ര കാണുകയാണ്.
പുത്തുമല കണ്ടു, കവളപ്പാറ കണ്ടു, പെട്ടിമുടി കണ്ടു, കൂട്ടിക്കൽ കണ്ടു, എത്രയാണ് നമ്മൾ ഈ അടുത്തിടെ കാണുന്നത് പറഞ്ഞാൽ അടുത്തിലുള്ള കണക്കൊക്കെ പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിലെ ഉരുൾപൊട്ടലുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ തലപെരുത്തു പോകും. അതിൽ നഷ്ടപ്പെട്ട ജീവഹാനി നോക്കിക്കഴിഞ്ഞാൽ തലപെരുത്തു പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ ആവർത്തിക്കുന്നത്? അത് അതിതീവ്ര മഴ മാത്രമാണോ കാരണം? അതോ അതിൽ ബ്ലെയിം ഗെയിം ഇല്ലാതെ നിൻ്റെ കുറ്റം എൻ്റെ കുറ്റം എന്ന് പറഞ്ഞിരിക്കാതെ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്നതിനെക്കുറിച്ച് ഇനിയും ആഴത്തിൽ ചിന്തിക്കുന്നില്ലെങ്കിൽ മാധവ് ഗാഡ്ഗിലാണോ ഒറ്റമൂലി, അതോ മാധവ് ഗാഡ്ഗിൽ അല്ല നടപ്പാക്കിയാൽ പരിഹാരമുണ്ടാകുമോ ഇല്ലേ എന്ന കാര്യത്തിൽ ആഴത്തിലെ വിശദമായ ചർച്ചകൾ തുടക്കമിട്ടേ മതിയാവുകയുള്ളത്. പക്ഷേ ഈ സമയമല്ല, ദുരന്തഭൂമി ഒന്ന് ആറട്ടെ എന്നേ പറയാം. ദീപക് തർപ്പണം ചെയ്തു. ദീപക്, നമ്മൾ പുത്തുമലയെക്കുറിച്ച് പറയുകയായിരുന്നു. പുത്തുമല ദുരന്തത്തിൻ്റെ ഓർമ്മദിനം ഇനിയിപ്പം 5-ാം തീയതിയാണ്, മറ്റന്നാൾ ഒക്കെയാണ്, അത്രയുമായി. ആ ഓർമ്മദിനത്തിൽ തന്നെ നമ്മൾ വേദനയോടെ നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു 10 മടങ്ങ് വേദന നമുക്ക് മേൽ പതിക്കുകയാണ്. ദീപക്, ആ ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മൾ പല മനുഷ്യരെ കണ്ടു. ഒരുപാട് പേർ ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടവരെ കണ്ടു. ഒരു കുടുംബത്തിലെ 40 പേരെ നഷ്ടപ്പെട്ട ആളുകളെ കണ്ടു. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ മകൾക്ക് വേണ്ടി കണ്ണീരോടെ കാത്തിരിക്കുന്ന അച്ഛനെ കണ്ടു. മറ്റൊരു മോളെ കാത്തിരിക്കുന്ന വേറൊരു അച്ഛനെ കണ്ടു. അങ്ങനെ എല്ലാം സർവ്വവും നഷ്ടപ്പെട്ട മനുഷ്യരെ അവിടെ കാണുകയാണ്. ഉറ്റവരുടയവർ മാത്രമല്ല, അവരുടെ എല്ലാം നഷ്ടപ്പെട്ടാണ്. അവർ കിടപ്പാടം നഷ്ടപ്പെട്ടു, അവരുടെ ആയുഷ്കാലത്തിൻ്റെ സമ്പാദ്യം അത്രയും നഷ്ടപ്പെട്ടു. നാട് ചേർത്ത് പിടിക്കേണ്ട സമയമാണ്. ദീപക്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ യോഗമുണ്ടായി. വയനാടിനെ അല്ലെങ്കിൽ ഈ മേഖലയെ എല്ലാം നഷ്ടപ്പെട്ടവരെ ഏതർത്ഥത്തിൽ ചേർത്ത് പിടിക്കാൻ കഴിയും എന്ന ഒരു പ്രാഥമിക ചർച്ച ആ യോഗത്തിലുണ്ടായോ ദീപക്? ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹാഷ്മി പറഞ്ഞത് തന്നെയാണ്. ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇന്ന് കാലത്ത് ഈ ചൂരൽ മലയിലേക്ക് പോകുന്ന വഴി നമ്മുടെ ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയെടുത്ത് ഞാൻ പറയായിരുന്നു, ഈ പുത്തുമലയിൽ, അത് പുത്തുമല കഴിഞ്ഞ് വേണം നമ്മൾ ആ റൂട്ടിലൂടെയാണ് പോകേണ്ടത്. ഈ പുത്തുമലയിൽ നമ്മൾ 13 ദിവസം മഴ കൊണ്ട് തത്സമയ സംപ്രേഷണം നടത്തേണ്ടി വന്നതായിരുന്നു. പക്ഷേ അതിൽ ഇത്ര മരണസംഖ്യ ഉണ്ടായിരുന്നില്ല. കാരണം അന്നൊരു പാടിയായിരുന്നു ആകെ ഉരുൾപൊട്ടലിൽ ആകെ പോയത്. പക്ഷേ എന്നാൽ ഈ പ്രദേശമാണെങ്കിൽ താരതമ്യേന അത്തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ സാധ്യത ഇല്ലാത്തതാണ്. പക്ഷേ അപ്പോൾ അത് നൽകുന്ന സൂചന നേരത്തെ ആഷ്മി പറഞ്ഞതുപോലെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. മരണങ്ങൾ ആവർത്തിക്കുന്നു, മരണങ്ങളുടെ എണ്ണമേറുന്നു, ദുരന്തങ്ങൾ വർദ്ധിക്കുമ്പോഴും നമ്മൾ മലയാളികൾ ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. ഈ സമയം അതിന് ചർച്ചയ്ക്ക് പറ്റിയതല്ലെങ്കിൽ പോലും നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് വേണ്ടി ചിലത് കരുതി വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്, നാളേക്ക് വേണ്ടി കരുതി വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഉള്ളുപൊള്ളുന്ന ഒരുപാട് ദൃശ്യങ്ങളാണ്. രാഷ്ട്രീയ നേതാക്കളായാലും ഉദ്യോഗസ്ഥരായാലും മാധ്യമപ്രവർത്തകരായാലും എല്ലാം. ഞാൻ ഇന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എന്നുള്ളതാണ്. ഈ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തുന്ന ഒരാൾ പറയുന്നത്. എന്നാൽ അതേ സമയത്ത് മറ്റൊരു ഉദ്യോഗസ്ഥൻ, അതായത് ഇന്ന് നമ്മുടെ NDRFന്റെ ഓപ്പറേഷൻ IG ഡൽഹിയിൽ നിന്നെത്തിയ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഏറ്റവും ടഫസ്റ്റ് ടെറൈൻ എന്നാണ്. അതായത് അവർ ഉത്തർഖണ്ഡിലും കച്ചിലുമൊക്കെയുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളാണ്. പക്ഷേ ഇവിടുത്തെ ടെറൈൻ അത്രയും ടഫാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് തന്നെ വലിയ ഡിസാസ്റ്ററിന് ഇടയാക്കും, റെസ്ക്യൂ തന്നെ റിസ്ക്കായി മാറുന്നു എന്നുള്ളതാണ്. അത്തരം ഒരു സ്ഥലത്ത് ഇനി പുനരധിവാസം, ആദ്യം രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്, അതിനുശേഷം പുനരധിവാസം എന്നുള്ളതാണ്. ഈ പുനരധിവാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മുണ്ടക്കൈ എന്ന ഒരു വില്ലേജ്, ഒരു പ്രദേശമാകെ ഒളിച്ചുപോയി എന്നുള്ളതാണ്. ഒരു വീട്ടുകാർ രാവിലെ വീട് തുറന്നു നോക്കുമ്പോൾ അടുക്കളയില്ല, ഒരു ബെഡ്റൂം ഇല്ല, അവിടെ കിടന്നവരില്ല, ഒരു സ്കൂൾ പാടേയില്ല. ഇങ്ങനെ ഒരു പ്രദേശമാകമാനം ഒലിച്ചുപോയ ഒരു സ്ഥലത്ത് അതിൻ്റെ ഒരു പുനരധിവാസം എന്നത് വലിയ മരീചികയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർത്ത് പിടിക്കുക എന്നുള്ളതല്ലാതെ, എല്ലാവരും കൂടി കൈകോർക്കുക എന്നുള്ളതല്ലാതെ അതിലപ്പുറം ഒന്നും ഈ വേളയിൽ ഈ വയനാട്ടിലെ ഈ ദുരന്ത ഭൂമിയിൽ നിന്നും പറയാനാകില്ല. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യം രക്ഷാപ്രവർത്തനത്തിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് സുസ്ഥിരമായ ഒരു പുനരധിവാസത്തെക്കുറിച്ച് ആലോചിക്കണം. കുട്ടികളുടെ പഠനം ഉറപ്പാക്കണം. കാരണം നിരവധി കുട്ടികളുടെ പഠനം പ്രതിസന്ധിയിലാണ്. അവരുടെ പഠനം ഉറപ്പാക്കണം. അതുപോലെ തന്നെ നിരവധി പേർക്ക് സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡുകളൊക്കെ നഷ്ടപ്പെട്ടു, അത് നൽകേണ്ടതുണ്ട്. അടിയന്തര ചികിത്സ നൽകേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി, ഇതൊരു മഹാദുരന്തമാണ്, ഇനി ഒരു മഹാമാരി ഇതിൻ്റെ പിന്നാലെ വരും. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ കരുതലോടെ ഇരിക്കണം എന്നുള്ളതാണ് ഈ പുത്തുമലയുടെ ഓർമ്മപ്പെടുത്തൽ. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ദുരന്തം ഇനി വയനാട്ടിൽ ഉണ്ടാകരുത്, ഉണ്ടാകില്ല എന്നായിരുന്നു അന്ന് ഉറപ്പിച്ചിരുന്നത്. ഈ ടെറൈനിൽ നിർമ്മാണ പ്രവർത്തനം, മരം മുറിക്കൽ, അതുപോലെ തന്നെ ഈ ഇടിക്കൽ, മണ്ണിടിക്കൽ, ഇതെല്ലാം നിർത്തണം എന്നുള്ളതായിരുന്നു ആ സമയത്ത് ആവശ്യം. പക്ഷേ എന്നാൽ അതെല്ലാം ആർത്തിയോടുകൂടി തുടർന്ന സംഭവങ്ങൾ അനവധി ഉണ്ടായി. വീണ്ടും ഒരു ദുരന്തം എത്തിയിരിക്കുന്നു. ഈ ദുരന്തമുഖത്തെങ്കിലും നമുക്ക് ഇനി നാളത്തേക്ക് വേണ്ടി ഒരു രക്ഷാപ്രവർത്തനം ഒഴിവാക്കാൻ, ഒരു ദുരന്തം ഒഴിവാക്കാൻ എന്തു ചെയ്യാനാകുമെന്ന് ഈ വേള കഴിഞ്ഞെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഗോപി.
എന്തായാലും ഹാഷ്മി. അതിൻ്റെ സജീവ ചർച്ചകളിലേക്ക് നമുക്ക് പോകണം. അത് ശാസ്ത്രീയമായി തന്നെ പോകണം. അത് കേവലം ചർച്ചകൾ മാത്രമായിക്കൂടാ. നടപ്പാകുമെന്ന് ഉറപ്പുള്ള ചില നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം. ആരുടെ കുറ്റമാണ് എന്നുള്ള കാര്യം വളരെ വിശദമായി തന്നെ കണിശമായി തന്നെ ആ വിഷയത്തിൽ പരിശോധിക്കണം. ഇനിയൊരു ജീവൻ ഇനി ഇത്തരമൊരു ദുരന്തം താങ്ങാൻ നമുക്കാവതില്ല എന്ന കാര്യം ഈ ദുരന്തത്തോടു കൂടി ഉറപ്പാവുകയാണ്. ഇനിയൊരു ദുരന്തം ഉണ്ടായിക്കൂടാ. അതിനുവേണ്ടി എടുക്കാൻ കഴിയുന്ന പരമാവധി സ്റ്റെപ്പുകൾ, പരമാവധി മെഷേഴ്സ് എടുക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ എടുപ്പിക്കാൻ പൊതുസമൂഹം തയ്യാറാവണം. അത്തരം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ ഉറപ്പായും ഡെവലപ്പ് ചെയ്ത് പോയേ മതിയാവുകയുള്ളൂ. പക്ഷേ നമ്മൾ വീണ്ടും പറയുന്നത് ഇപ്പോൾ അതിനുള്ള സമയമല്ല. ഇപ്പോൾ അത് വിലാപത്തിൻ്റെ സമയമാണ്. ഇത് ഉറ്റവരെ നഷ്ടപ്പെട്ട, പകച്ചു നിൽക്കുന്ന, വല്ലാതെ നിൽക്കുന്ന, മരവിച്ചു നിൽക്കുന്ന മനുഷ്യരുടെ ഒരു മണ്ണാണത്. ആ മണ്ണിൽ നമ്മൾ ഇത്തരം ചർച്ചകളൊന്നും പറഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞുകൂടാ. പറഞ്ഞാൽ അത് ഏൽക്കുകയുമില്ല.